ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പം ഈ വർഷം മുതൽ നമ്മുടെ SSLCൻ്റെ സിലബസ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളിൽ പലർക്കും കൺഫ്യൂഷൻസും ടെൻഷൻസൊക്കെ ഉണ്ടാവും, ഇതെങ്ങനെ പഠിക്കും, ഇത് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട, എല്ലാ ടോപ്പിക്സും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ ഒപ്പം എൽസ്കോർ അക്കാദമി ഉണ്ട്. അപ്പോൾ മറക്കണ്ട, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പാഠത്തിലേക്ക് പോവാം. ക്ലാസ് 10ലെ ജീവശാസ്ത്രത്തിലെ ചാപ്റ്റർ 6 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ആ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്നാണ്. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ പാഠത്തിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ. ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീനിലൊക്കെ മാറ്റം വരുത്തിയ കുറേ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഒരു ജനറ്റിക് എൻജിനീയറിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞതാണ് സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു പിക്ചർ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊരു മനുഷ്യൻ്റെ ബ്രെയിനിൽ ജൈവ സാങ്കേതിക വിദ്യ, മറ്റ് സാങ്കേതിക വിദ്യകൾ, നിർമ്മിത ബുദ്ധി, അങ്ങനെ കുറേ ജസ്റ്റ് ഒരു ഇതാണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ കണ്ടപ്പോൾ ഞാൻ ഇതൊന്ന് ആഡ് ചെയ്തതാണ്. നമുക്കിനി മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് ജൈവ സാങ്കേതിക വിദ്യ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൈവ സാങ്കേതിക വിദ്യ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. അതായത് നമ്മൾക്ക് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ജീവികളെയോ അല്ലെങ്കിൽ അവയുടെ ശരീരഭാഗങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ഉൽപ്പന്നങ്ങളും സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നൊരു സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. അപ്പം ജീനുകളെ കൂട്ടിച്ചേർത്തോ, ജീനില്ലേ നമ്മുടെ DNA ഉള്ളിലുണ്ടാവുന്ന ജീന്, ആ ജീനുകളെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് ജീവികളിൽ എന്ത് ചെയ്യുന്ന അഭിലഷണീയ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിങ്. അപ്പം ജീനുകളെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ജീനുകളെ പുതിയ ജീനിനെ കൂട്ടിച്ചേർക്കും, നമ്മുടെ ആ ഒരു DNA ഉള്ളിലേക്ക് പുതിയ ജീനിനെ കൂട്ടിച്ചേർക്കും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജീനിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അതുവഴി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിങ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജനിതക എഞ്ചിനീയറിങ്ങിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജനിതക എഞ്ചിനീയറിങ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജനിതക എഞ്ചിനീയറിങ്ങിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ, അതിൽ ഒന്നാമതായിട്ട് വരുന്നത് റീകോമിനൻ്റ് DNA ടെക്നോളജിയാണ്. എന്താണ് റീകോമിനൻ്റ് DNA ടെക്നോളജി? ഈ പേര് കേട്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുമ്പം രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്ത് റീകോമിനൻ്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് റീകോമിനൻ്റ് DNA ടെക്നോളജി. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മനുഷ്യൻ അല്ലെങ്കിൽ വേറെ ബാക്ടീരിയ, അങ്ങനെ ഏതെങ്കിലും രണ്ടോ അതിലധികമോ വ്യത്യസ്തമായിട്ടുള്ള ജീവികളിൽ നിന്നാണ് അവരുടെ DNA ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഒന്നിച്ച് ചേർക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യനിൽ നിന്നുള്ള DNAയും ബാക്ടീരിയയിൽ നിന്നുള്ള DNAയും ഒന്നിച്ച് ചേർക്കുന്നു. അപ്പോൾ അതെന്താണ്, വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങളാണ്. അത് ഒന്നിച്ച് ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, റീകോമ്പിനൻ്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. അപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് ജനിതക എഞ്ചിനീയറിങ്ങിലെ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം എന്തായാലും. ഇനി നമുക്ക് നിങ്ങൾക്കിതൊരു ഇതിൻ്റെ ഘട്ടങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ചെയ്യുമ്പോൾ അതിനൊരു ഘട്ടങ്ങൾ ഉണ്ടാവില്ലേ, അതെന്താണ് നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പ് ഇതിലുപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, DNA കട്ട് ചെയ്യലാണെന്ന് പറഞ്ഞു. അപ്പോൾ DNA ഉള്ളിലെ ജീനിനെയാണ് മുറിച്ചെടുക്കുക.
അപ്പോൾ ഈ ജീനിനെ മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. ഈ എൻസൈമിൻ്റെ പേര് എന്തായാലും പഠിച്ചു വെക്കണം. എന്താണ്? ജീനിനെ മുറിക്കാൻ വേണ്ടിയിട്ട് DNA റിക്കോമിനൻ്റ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം, അല്ലെങ്കിൽ ജനിതക കത്രിക. നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ പേര് കത്രിക എന്നാണ്. അപ്പം ഒരു ജീന് മുറിക്കാനാകുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ജനിതക കത്രിക എന്ന് പറയും. അടുത്തത്, ഈ മുറിച്ച DNA ഭാഗങ്ങളില്ലേ, നമ്മൾ 2 വ്യത്യസ്ത ജീവികളിൽ നിന്നാണല്ലോ DNA ഭാഗങ്ങൾ അല്ലെങ്കിൽ ജീനിനെ മുറിച്ചെടുക്കുന്നത്. അതിനെ കൂട്ടിച്ചേർക്കണ്ടേ, എന്നാലേ റിക്കോമിനൻ്റ് DNA ആവുള്ളൂ. അതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് എന്ത്? ലിഗേസ് എൻസൈം. എന്താണ്? ലിഗേസ് എൻസൈം, അല്ലെങ്കിൽ അഥവാ ജനിതക പശ. നമുക്കറിയാം 2 ഒട്ടിക്കണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പശ, ഗ്ലൂ അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ജീനിനെ ഒട്ടിക്കുന്ന പശക്ക് ജനിതക പശ, അതാണ് ലിഗേസ് എൻസൈം. അപ്പം മുറിക്കുന്ന ജനിതക കത്രികയാണ് ജീനിനെ മുറിക്കുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. അതിൻ്റെ കൂട്ടിച്ചേർക്കുന്ന ആ മുറിച്ച ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന എൻസൈമാണ് ലിഗേസ് എൻസൈം അഥവാ ജനിതക പശ. ഈ ജീനുകളെ വഹിക്കും. ഈ മുറിച്ച ജീനുകളെ വഹിക്കാൻ വേണ്ടിയിട്ട് വാഹകരും വേണ്ടേ? ആ വഹിക്കുന്നതാണ് വാഹകർ. ഈ വാഹകരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് ഉണ്ട്. ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, ചില വൈറസുകളെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് തന്നെ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പിക്ചറിൽ ഇതാ നിങ്ങൾക്ക് കാണാതാ ഈ ജീനിനെ കട്ട് ചെയ്യുന്ന ഈ കത്രികേൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. ഇവിടെ ഇതാ 2 DNA ഫ്രാഗ്മെൻറ്റ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ആ ഒരു ഇതാണ് ലിഗേസ് എൻസൈം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ആ ഘട്ടങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഘട്ടങ്ങളിൽ പറയുന്ന കാര്യം, ആവശ്യമുള്ള സ്വഭാവത്തിന് കാരണമായ ജീൻ മനുഷ്യകോശത്തിലെ DNA-യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേർതിരിച്ചെടുക്കുന്നു. ആവശ്യമുള്ള സ്വഭാവത്തിന് കാരണമായ ജീൻ എന്ന് പറയുമ്പം നമുക്ക് ഏത് സ്വഭാവമാണോ ആവശ്യം, ആ ഒരു സ്വഭാവത്തിന് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഓരോ ജീനും ഓരോ സ്വഭാവത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഏത് സ്വഭാവമാണോ ആവശ്യമുള്ളത് ആ സ്വഭാവത്തിന് കാരണമായ ജീനെ എവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കും? മനുഷ്യകോശത്തിലെ DNA-യിൽ നിന്ന് വേർതിരിച്ചെടുക്കും. ആരായി കട്ട് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമാണ്. നമ്മൾ അത് കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ എന്ത് ചെയ്യും? 2 വ്യത്യസ്ത ജീവികളുടെ DNA-യിൽ നിന്നാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ടാമത് നമ്മൾ ബാക്ടീരിയയിലെ പ്ലാസ്മിഡിൻ്റെ നിശ്ചിത ഭാഗം എന്ത് ചെയ്യുന്നു? മുറിച്ച് നീക്കം ചെയ്യും. ഒരു നിശ്ചിത ഭാഗം മുറിച്ച് നീക്കം ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ മുറിച്ചെടുത്ത മനുഷ്യ ജീന് മേലെ നിന്ന് ഇവിടെ നിന്ന് മുറിച്ചെടുത്ത മനുഷ്യ ജീനില്ലേ, ആ മനുഷ്യ ജീനിനെ എവിടെ കൂട്ടിച്ചേർക്കും? പ്ലാസ്മിഡിൽ കൂട്ടിച്ചേർക്കും. അതായത് നമ്മൾ പ്ലാസ്മിഡിൻ്റെ ഒരു കുറച്ച് ഭാഗം മുറിച്ച് നീക്കിയിട്ടുണ്ടല്ലോ, അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ DNA, ഈ മനുഷ്യകോശത്തിലെ DNA-യിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കും. ഈ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? പുതിയൊരു DNA അല്ലേ ലഭിക്കുക. ആ DNA ആണ് റിക്കോംബിനൻ്റ് DNA എന്ന് പറയുന്നത്. ആ DNA ആണ് റിക്കോംബിനൻ്റ് DNA എന്ന് പറയുന്നത്. അതായത് നമ്മൾ മനുഷ്യകോശത്തിലെ DNA-യിൽ നിന്ന് ഒരു ആവശ്യമുള്ള സ്വഭാവത്തിന് കാരണമായ ജീനും മുറിച്ചെടുക്കുന്നു. ബാക്ടീരിയയിലെ പ്ലാസ്മിഡിൻ്റെ ഒരു നിശ്ചിത ഭാഗം മുറിച്ച് നീക്കം ചെയ്യുന്നു. ആ പ്ലാസ്മിഡിൻ്റെ നീക്കം ചെയ്ത അവിടെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യകോശത്തിലെ DNA-യിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആ ജീനെ കൂട്ടിച്ചേർക്കും. അപ്പോൾ ആ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പുതിയൊരു DNA കിട്ടൂലേ, അതാണ് റിക്കോംബിനൻ്റ് DNA. ഈ റിക്കോംബിനൻ്റ് DNAയെ ഒരു ആതിഥേയ കോശത്തിലേക്ക്, അതായത് ഒരു ഹോസ്റ്റ് കോശത്തിലേക്ക്, സ്വാഭാവികമായിട്ടും ബാക്ടീരിയകളിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുക? നിക്ഷേപിക്കും. ഈ ഉൾച്ചേർത്ത ജീനുകൾ എന്ന് പറയുമ്പം നമ്മൾ ഈ 2 മനുഷ്യകോശത്തിലെ DNA-യിൽ നിന്ന് വേർതിരിച്ചെടുത്ത ജീനും പ്ലാസ്മിഡിൽ ചേർത്ത ആ ഒരു ഇതില്ലേ, പ്ലാസ്മിഡിലാണല്ലോ ചേർത്തേ. അപ്പോൾ ആ ഉൾച്ചേർത്ത ജീനുകൾ എന്ത് ചെയ്യും? കോശത്തിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ നമ്മൾക്ക് ആവശ്യമായ ഉൽപ്പന്നം രൂപപ്പെടും. നമ്മളൊരു ആവശ്യമുള്ള സ്വഭാവത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീനിനെ മുറിച്ചെടുത്തത്. അപ്പോൾ അത് കോശത്തിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ നമുക്ക് ആവശ്യമായ ആ ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു? രൂപപ്പെടും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ ഒരു പിക്ചറിൽ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ DNA-ന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചു. എന്നിട്ട് ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് കണ്ടോ, ഈ റൗണ്ടിലുള്ള സാധനം, ആ പ്ലാസ്മിഡിൻ്റെ നിശ്ചിത ഭാഗത്തെ നമ്മൾ മുറിച്ച് നീക്കുമെന്ന് പറഞ്ഞില്ലേ, മുറിച്ച് നീക്കിയെടുത്ത് എന്ത് ചെയ്യുന്നു? ഈ ജീനിനെ, നമ്മൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത ജീനിനെ എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കും. അപ്പോൾ ഈ മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ പ്ലാസ്മിഡിൽ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് റിക്കോംബിനൻ്റ് DNA. കാരണം എന്താണ്? രണ്ടും കൂടി
മിക്സായി. അതിന് നമ്മൾ പറയുന്ന പേരാണ് റിക്കോമിനൻ്റ് DNA. അത് കാണിച്ചു തരാം. റിക്കോമിനൻ്റ് DNA എന്ന് പറയുന്നത് അതാണ്. ഇനി അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ കുറച്ച് ജീനിനെ എന്ത് ചെയ്യുന്നു, പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇത് റിക്കോമിനൻ്റ് DNA ആണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യും, ഈ മുറിച്ചെടുത്ത മനുഷ്യജീനെ പ്ലാസ്മിഡിൽ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിയില്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആതിഥേയ കോശത്തിലേക്ക്, അതായത് ഒരു ഹോസ്റ്റ് കോശത്തിലേക്ക്, ഒരു ബാക്ടീരിയയുടെ ഒക്കെ കോശത്തിലേക്ക് എന്ത് ചെയ്യും, നിക്ഷേപിക്കും, അതിൻ്റെക്ക് നിക്ഷേപിക്കും. അപ്പോൾ ഈ ഉൾച്ചേർത്ത ജീനുകൾ കോശത്തിൽ എന്താകും, പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു ജീനെ മുറിച്ചെടുത്തത്, ആ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതാണ് DNA റിക്കോമിനൻ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ജനിതക എഞ്ചിനീയറിങ്ങിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകളിൽ ഒന്നായ എന്ത് നോക്കി, DNA റിക്കോമിനൻ്റ് ടെക്നോളജി നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടെക്നോളജിയാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ. എന്താണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ? ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മതയോടെ DNA എഡിറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ്. അതിസൂക്ഷ്മതയോടെ DNA എഡിറ്റിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ ഡീപ്പായിട്ട് DNA എഡിറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ. ഇതെന്തായാലും ഈ പോയിന്റ് ഓർത്ത് വെക്കണം. വേണമെങ്കിൽ എക്സാമിന് അതിസൂക്ഷ്മതയോടെ DNA എഡിറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ ക്രിസ്പർ എന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അടുത്ത പോയിന്റ്, വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന സ്വാഭാവികമായ ഒരു പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് ക്രിസ്പർ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിസ്പർ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയത്. അതായത് വൈറസുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആരുപയോഗിക്കുന്നതാണിത്, ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു DNA എഡിറ്റിംഗ് ചെയ്യാന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, DNA മുറിക്കും. ഈ ക്രിസ്പറിൽ DNA മുറിക്കാൻ കത്രികയായി ഉപയോഗിക്കുന്ന എൻസൈം CS9 ആണ്. നമ്മൾ അപ്പുറം DNA റിക്കോമിനൻ്റ് ടെക്നോളജിയിൽ അവിടെ മുറിക്കാൻ വേണ്ടിയിട്ട് ജീനിനെ മുറിക്കാൻ ഉപയോഗിച്ച കത്രിക റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ആണെങ്കിൽ, ഇവിടെ ഈ ക്രിസ്പറിൽ നമ്മൾ DNA മുറിക്കാൻ കത്രികയായി ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേര് CS9 ആണ്. ഇനി ഈ DNA മുറിക്കേണ്ട ഭാഗം നമുക്ക് കാണിച്ചു തരുന്ന RNA ഉണ്ട്. ആ RNAയുടെ പേരാണ് ഗൈഡ് RNA. എന്താണ് ഗൈഡ് RNA? നമുക്ക് ഇഷ്ടമുള്ള ഭാഗം പോയി മുറിക്കലല്ല, മുറിക്കേണ്ട ഭാഗം ആര് കാണിച്ചു തരും, RNA കാണിച്ചു തരും. DNAയിൽ ഏത് ഭാഗമാണോ മുറിക്കേണ്ടത് ആ ഒരു ലക്ഷ്യ ഭാഗത്തെ ആര് കാണിച്ചു തരും, RNA കാണിച്ചു തരും. ആ RNAയുടെ പേരാണ് ഗൈഡ് RNA. അപ്പോൾ CS9ഉം ഗൈഡ് RNA എന്തായാലും ഓർത്ത് വെക്കുക. പിന്നെ അതിസൂക്ഷ്മതയോടെ DNA എഡിറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ എന്നുകൂടി ഓർത്ത് വെക്കണം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡ് എടുത്തൂടെ? ഓക്കെ, നമുക്ക് ഈ ക്രിസ്പറിൻ്റെ ഘട്ടങ്ങൾ നോക്കാം. ഫസ്റ്റ്, ഒരു ക്രിസ്പർ സാങ്കേതിക വിദ്യയിൽ ലക്ഷ്യഭാഗം തിരിച്ചറിയലാണ്. എന്താണ് ലക്ഷ്യഭാഗം തിരിച്ചറിയുക എന്ന് പറയുമ്പം DNA ഏത് ഭാഗമാണ് മുറിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ആര് സഹായിക്കും, ഗൈഡ് RNA എന്ത് ചെയ്യും, കൃത്യമായിട്ട് മുറിക്കേണ്ട DNA ഭാഗം എന്ത് ചെയ്യും, കണ്ടെത്തും. ആര്, ഗൈഡ് RNA കൃത്യമായി മുറിക്കേണ്ട DNA ഭാഗത്തെ എന്ത് ചെയ്യും, കണ്ടെത്തും. അതാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യയിലെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് മുറിക്കല. എന്ത്, ഈ ഗൈഡ് RNA കണ്ടെത്തിയ ആ DNA ഭാഗമില്ലേ, അതിനാര് മുറിക്കും, CS9 എൻസൈം മുറിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് DNA മുറിക്കുന്ന, ക്രിസ്പറിലെ DNA മുറിക്കുന്ന കത്രിക ആരാണ്, CS9 ആണെന്ന്. നമ്മൾ CS9 എൻസൈം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗൈഡ് RNA കണ്ടെത്തൂലേ DNAയിൽ കൃത്യമായി മുറിക്കേണ്ട ഭാഗം, അതിനാര് മുറിക്കും, CS9 എൻസൈം മുറിക്കും. ഈ ഘട്ടങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണേ. ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എഡിറ്റിങ്. ഇനിയാണ് എഡിറ്റിങ്. നമ്മൾ DNAയുടെ ഭാഗം കണ്ടെത്തി, അതിനെ മുറിക്കുന്നു. ആര് മുറിക്കും, CS9 എൻസൈം മുറിക്കുന്നു. ഇനി എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ DNAയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണത്തെ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ മുറിച്ചെടുത്ത DNAയിലെ ആ ഭാഗമില്ലേ, അതിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തും, നൈട്രജൻ ബേസസ് ഇല്ലേ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിട്ട് 4 നൈട്രജൻ ബേസസ് ഇല്ലേ DNAയിലെ, അതിൻ്റെ ക്രമീകരണത്തെയാണ് എഡിറ്റിംഗ് ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നത്, ഒരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ. നമ്മൾ എന്തിനാണ് ഈ എഡിറ്റിംഗ് ചെയ്യുന്നത്, ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, DNA എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നത്, നമുക്ക് പുതിയ സ്വഭാവങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാറ്റം വരുത്താനൊക്കെ അല്ലേ നമ്മളിങ്ങനെ ഒരു പുതിയ ഉൽപ്പന്നത്തെ
ഉൽപ്പന്നങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ DNA നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം എഡിറ്റ് ചെയ്യുന്നു. അതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കാനോ പുതിയ ഗുണം ചേർക്കാനോ ആകും. നമ്മൾ ഈ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം എഡിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ആവശ്യമില്ലാത്ത ഗുണം നീക്കാം. നമുക്ക് വേണ്ടാത്ത ഒരു ജീവിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഗുണം നീക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പുതിയ ഗുണം ചേർക്കാം. അതിനൊരു പുതിയ ഗുണം വേണം ഒരു ജീവിയിൽ, നമുക്കത് ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ 3 സ്റ്റെപ്പും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വൃത്തിക്ക് സംഭവം മനസ്സിലാവും. അതായത് ഇതൊരു DNA ആണ്. ഈ DNA ഒരു മുറിക്കേണ്ട കൃത്യമായിട്ടുള്ള ഭാഗത്തെ ആര് കണ്ടെത്തുന്നു? ഗൈഡ് RNA കണ്ടെത്തുന്നു. ഓക്കെ, ഗൈഡ് RNA ആ ഭാഗത്തെ കണ്ടെത്താണ് CS9 എൻസൈം അതിനെ മുറിച്ചെടുക്കുകയാണ്. CS9 എൻസൈം അതിനെ മുറിച്ചെടുക്കുന്നു. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തു. എവിടെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗൈഡ് RNA അതിനെ CS9 എൻസൈം കട്ട് ചെയ്ത് മാറ്റി. അതാണ് ഈ സംഭവം. ഇനി ഇതിലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ഒന്നെങ്കിൽ പുതിയ ഗുണം ചേർക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു ഗുണത്തിനെ ഒഴിവാക്കി കളയും. എന്നിട്ട് അത് ഒരു DNA തന്നെ ഇതാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു പുതിയ ഉൽപ്പന്നം ലഭിക്കും. ഇതാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് ജനിതക മാറ്റം വരുത്തിയ ജീവികൾ. ജനിതക മാറ്റം വരുത്തിയ ജീവികൾ. അതായത് ഈ ജീൻ എഡിറ്റിങ്ങിലൂടെയും അങ്ങനെയൊക്കെ നമ്മൾ ജനിതക മാറ്റം വരുത്തൂലേ? പുതിയ ഗുണം ചേർത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗുണത്തെ എടുത്തു കളഞ്ഞിട്ടൊക്കെ നമ്മൾ ജനിതക മാറ്റം വരുത്തൂലേ? അങ്ങനെ വരുത്തിയിട്ടുള്ള കുറേ ജീവികളുണ്ട്. അതായത് ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ സസ്യങ്ങളും സൂക്ഷ്മജീവികളും ഉണ്ട്. ആ ഒരു ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ കുറേ സസ്യങ്ങളും സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ജനിതക മാറ്റം, ഇവയെ എന്താ വിളിക്കുന്നത്? ജനിതക മാറ്റം വരുത്തിയ ജീവികൾ എന്നാണ് വിളിക്കുന്നത്. ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ജീൻ എഡിറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന കുറേ സസ്യങ്ങൾ സൂക്ഷ്മജീവികളൊക്കെ ഇല്ലേ? അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനിതക മാറ്റം വരുത്തിയ ജീവികൾ. ഓക്കെ, അതിനുള്ളൊരു അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ബുക്കിൽ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനിതക മാറ്റം വരുത്തിയ ജീവികൾ, GMOs. അപ്പം ഇതിൽ ഫസ്റ്റ് ജീവി വിഭാഗം കൊടുത്തിട്ടുണ്ട്, സവിശേഷത കൊടുത്തിട്ടുണ്ട്, ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് ജീവി വിഭാഗത്തിൽ പെടുന്നു? സസ്യമാണോ, ജന്തുക്കളാണോ, സൂക്ഷ്മജീവികളാണോ? സവിശേഷത, ഏത് സവിശേഷതയിലാണ് ജനിതക മാറ്റം വരുത്തിയിട്ടുള്ളത്? ഉദാഹരണം, ഏത് സസ്യത്തിലാണ്, ഏത് ജന്തുവിലാണ്, ഏത് സൂക്ഷ്മജീവിയിലാണ് ഉള്ളതാണ് ഉദാഹരണവും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം സസ്യങ്ങളിൽ നോക്കാം. സസ്യങ്ങളാണ് ജീവി വിഭാഗം. അതിൽ പ്രതിരോധ ശേഷി ആ ഒരു സവിശേഷതയെ അടിസ്ഥാനമാക്കിയിട്ട് ജനിതക ഘടനയിലെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഏത് സസ്യത്തിലാണ് മാറ്റിയത്? BT കോട്ടണിലാണ് ആ ഒരു ഇത് നടത്തിയിട്ടുള്ളത്. അടുത്തത് കളനാശിനി പ്രതിരോധത്തിൽ സോയാബീനിലാണ്. ഇതിലാണ് സോയാബീനാണ് അതിന് ഉദാഹരണം. പിന്നെ പോഷക സമൃദ്ധം എന്നുള്ളൊരു സവിശേഷത അടിസ്ഥാനമാക്കിയിട്ട് ജനിതക മാറ്റം വരുത്തിയത് ഗോൾഡൻ റൈസിലാണ്. പിന്നെ വൈറസ് പ്രതിരോധത്തിന് RSV പ്രതിരോധ പപ്പായയിലാണ് ആ ഒരു ജനിതക മാറ്റം നടത്തിയിട്ടുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. വേണമെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് വിട്ട് തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എക്സാമിന് ചോദിക്കാം. അത് ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഒരു വീഡിയോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനായിട്ട് തന്നെ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ നോക്കുന്നത് ജന്തുക്കളാണ്. ജന്തുക്കളിൽ എന്താ നോക്കാം. വേഗത്തിൽ വളർച്ച, രോഗപ്രതിരോധം, ഉയർന്ന ഉൽപാദനക്ഷമത, ഈ സവിശേഷതയിലൊക്കെ ജനിതക മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ ഒരു ഇതിന് ഉദാഹരണമാണ് സാൽമൺ ഫിഷ് ഇല്ലേ, അത്. പിന്നെ ഫ്ലൂറസെൻസ് എന്നുള്ളൊരു സവിശേഷത അടിസ്ഥാനമാക്കി ജനിതക മാറ്റം വരുത്തിയ ഒരു ഇതിന് ഉദാഹരണമാണ് ഗ്ലോ ഫിഷ്. പിന്നെ നമ്മൾ നോക്കുന്നത് സൂക്ഷ്മജീവികളാണ്. മാലിന്യങ്ങളെ വിഘടിപ്പിക്കാനുള്ള ശേഷി എന്നുള്ളൊരു സവിശേഷത അടിസ്ഥാനമാക്കിയിട്ട് ജനിതക മാറ്റം വരുത്തിയത് സ്യൂഡോമോണസ് പുട്ടിഡ. ഇതിലാണ് സ്യൂഡോമോണസ് പുട്ടിഡ. പിന്നെ ഇൻസുലിൻ ഉൽപാദക ശേഷി അടിസ്ഥാനമാക്കി ഈക്കോളൈ. പിന്നെ ഫെർമെൻറ്റേഷൻ ശേഷി അടിസ്ഥാനമാക്കിയിട്ട് ബേക്കേഴ്സ് ഈസ്റ്റ്, നമ്മുടെ ഈസ്റ്റിലാണ് ആ ഒരു ജനിതക മാറ്റം വരുത്തിയുള്ളത്. പിന്നെ മികച്ച നൈട്രജൻ സ്ഥിരീകരണ ശേഷി
ആ ഒരു സവിശേഷത അടിസ്ഥാനമാക്കി ജനിതക മാറ്റം വരുത്തിയത് റൈസോബിയത്തിലാണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾക്ക് ലാസ്റ്റ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയിക്കൂടെ? ഓക്കെ, നമുക്ക് പോവാം. അടുത്തത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. നമുക്കിതെന്താണെന്ന് നോക്കിയാലോ. ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെത്തുകയാണ് ജീനോം. സിമ്പിളാണ്, ഈ പേരൊന്നും കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. എന്താണ് ജീനോം? ജീനോം എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ എന്ന് പറയുമ്പോൾ എന്താ, DNA, RNA, അതിൻ്റെ ഉള്ളിലുള്ള ജീൻസ്, ആ ഒരു ജനിതക വസ്തുക്കളില്ലേ, അതിൻ്റെയൊക്കെ ആകെത്തുകയാണ് എന്ത്, ജീനോം. അപ്പോൾ മനുഷ്യൻ്റെ ജീനോമിൽ ഏകദേശം 300 കോടി DNA ബേസ് ജോഡികളുണ്ട്. മനുഷ്യൻ്റെ ജീനോമിൽ എത്ര കോടി DNA ബേസ് ജോഡികളുണ്ട്? 300 കോടി. ഓക്കെ, അപ്പം മനുഷ്യൻ്റെ മുഴുവൻ ജീനോമിൻ്റെയും DNA ബേസ് ജോഡികളുടെയും പൂർണ്ണമായ ശ്രേണി നിർണ്ണയിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഏതിൻ്റെ പ്രധാന ലക്ഷ്യം? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ജീനോം എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മനുഷ്യൻ്റെ ജീനോമിൽ ഏകദേശം ഇത്ര ജോഡിയുണ്ട്. ഇനി പ്രൊജക്റ്റ്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യമാണ്, ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? മനുഷ്യൻ്റെ മുഴുവൻ ജീനോമിൻ്റെയും, അതായത് നമ്മുടെ ഇതിലുള്ള ജീനോം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനിതക വസ്തുക്കളില്ലേ ശരീരത്തില്ലേ, ആ മുഴുവൻ ജീനോമിൻ്റെയും DNA ബേസ് ജോഡികളില്ലേ, 300 കോടി DNA ബേസ് ജോഡികളുണ്ടെന്നല്ലേ പറഞ്ഞേ, ആ DNA ബേസ് ജോഡികളുടെയൊക്കെ പൂർണ്ണമായ ശ്രേണി നിർണ്ണയിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. പൂർണ്ണമായ ശ്രേണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രമീകരണം നിർണ്ണയിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഏതിൻ്റെ? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ DNA ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന ജീൻ മാപ്പിംഗ് സാങ്കേതിക വിദ്യ ഇതിന് സഹായമായി. ഏത് സാങ്കേതിക വിദ്യയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന് സഹായകമായത്? DNA ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന ജീൻ മാപ്പിംഗ്. നമുക്കറിയാം, മാപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ടെത്തുന്ന ആ ഒരു മാപ്പ് ചെയ്യാന്നല്ലേ. അപ്പം ജീൻ മാപ്പിംഗ് എന്നുള്ള ജീനുകൾ എന്താണ്, DNA ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന ജീൻ മാപ്പിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിന് എന്തായത്, സഹായകമായത്. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെത്തുക, അതാണ് ജീനോം. അപ്പം ഒരു മനുഷ്യൻ്റെ ജീനോമിൽ ഏകദേശം 300 കോടി DNA ബേസ് ജോഡികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിലെ മനുഷ്യൻ്റെ മുഴുവൻ ജീനോമിൻ്റെയും DNA 300 കോടിയോളം ഉള്ള DNA ബേസ് ജോഡികളില്ലേ, ആ DNA ബേസ് ജോഡികളുടെ പൂർണ്ണമായ ശ്രേണി, പൂർണ്ണമായ ക്രമീകരണം നിർണ്ണയിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിനെ സഹായിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. എന്താ ജീൻ മാപ്പിംഗ്? DNAയിലെ ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന ജീൻ മാപ്പിംഗ് ആണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന് സഹായകമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ പ്രധാന കണ്ടെത്തലുകൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന് ചോദിച്ചാൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ ജീനോം എന്താണെന്നും ഇതിൻ്റെ ലക്ഷ്യവും പ്രധാന കണ്ടെത്തലുകളും എഴുതി കൊടുക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ഈ പ്രധാന ഇവരെന്താ കണ്ടെത്തിയേ? ഇവർ ജീൻ മാപ്പിങ്ങിന് അടിസ്ഥാനമാക്കിയിട്ട് ജീൻ മാപ്പിങ്ങിൽ സഹായിച്ചിരുന്നല്ലോ ഇവരെ ക്രമീകരണം കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരെന്താ കണ്ടെത്തിയെന്നാണ് ഇതിൽ പറയുന്നത്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ പ്രധാന കണ്ടെത്തലുകളാണ് ഈ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നത്. മനുഷ്യൻ്റെ ജീനോമിൽ നമ്മൾ പറഞ്ഞു 300 കോടി ബേസ് ജോഡികളാണ് ഉള്ളത്. 300 കോടി DNA ബേസ് ജോഡികളാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൃത്യമായ ക്രമം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെയോ 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിലുള്ളത്. എത്ര ജീനുകളാണ്? 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിലുള്ളത്. ഇതൊക്കെ അവർ കണ്ടെത്തിയ കാര്യമാണ്. പിന്നെ മനുഷ്യ ജീനോമിൻ്റെ ഏകദേശം 1 to 2% മാത്രമാണ് പ്രവർത്തനക്ഷമമായ ജീനുകൾ. നമ്മുടെ ഒരു മനുഷ്യരിലുള്ളത് 20,000 മുതൽ 25,000 വരെ ജീനാണെങ്കിൽ അതിൽ 1 മുതൽ 2 വരെയുള്ള പെർസെൻറ്റേജ് മാത്രമാണ് എന്ത്, പ്രവർത്തനക്ഷമം. ബാക്കിയൊക്കെ ജങ്ക് DNA എന്ന് പറഞ്ഞാൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളത് 1 to 2
പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ, 1 മുതൽ 2% വരെ. ബാക്കിയുള്ളവ എന്താണ് പറയുന്നത്? ജങ്ക് DNA. പ്രവർത്തിക്കാത്തവരില്ലേ, ജങ്ക് DNA, അവരെ പറയുന്നതാണ് ജങ്ക് DNA. അപ്പോൾ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? മനുഷ്യൻ്റെ ജീനോമിലെ 300 കോടി ബേസ് ജോഡികളുടെ കൃത്യമായ ക്രമം കണ്ടെത്തി. 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിലുള്ളതെന്ന് പറഞ്ഞു. പിന്നെയോ മനുഷ്യ ജീനോമിൻ്റെ ഏകദേശം 1 മുതൽ 2% മാത്രമാണ് പ്രവർത്തനക്ഷമമായ ജീനുകൾ. ബാക്കിയുള്ള വലിയ ഭാഗം ജങ്ക് DNA എന്ന് അറിയപ്പെട്ടു. ഈ 3 പോയിന്റ് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്? നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ജീൻ തെറാപ്പിയാണ്. ഫുള്ള് ജീനിനെ കുറിച്ച് തന്നെയാണ്. അപ്പം ജീൻ തെറാപ്പി. എന്താ ജീൻ തെറാപ്പി? ഭയങ്കര സിമ്പിളാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. തെറാപ്പി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന വാക്കല്ലേ. അപ്പോൾ ജീൻ തെറാപ്പി എന്നും കൂടി മനസ്സിലായാൽ ജീനിലുള്ള എന്തോ ഒരു തെറാപ്പിയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് തകരാറുള്ള ജീനുകളെ നീക്കം ചെയ്ത് പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ കോശങ്ങളിൽ എത്തിച്ച് രോഗങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ് ജീൻ തെറാപ്പി. തകരാറുള്ള ജീനുകൾ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഒരു സ്വഭാവത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീന് തകരാറാണ്, അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു ജീനിന് പ്രവർത്തിക്കാണ്ടായി അത് നമ്മൾ പല രോഗങ്ങളിലേക്കും നയിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ആ ഒരു ഇൻസുലിനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീനായിരിക്കും. അത് കുറഞ്ഞാൽ തന്നെ നമ്മളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആ ഒരു ഇതൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ അതൊരു രോഗത്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഇതിൽ പറയുന്നത് തകരാറുള്ള ജീനുകളെ, നമ്മുടെ ശരീരത്തിൽ തകരാറുള്ള ജീനുണ്ടാവും, അത് പല രോഗത്തിലേക്കും നയിച്ചിട്ടുണ്ടാവും. ആ ഒരു ജീനിൻ്റെ തകരാറ് പല രോഗങ്ങളിലേക്കും നയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തകരാറുള്ള ജീനുകളെ നീക്കം ചെയ്തിട്ട് എന്ത് ചെയ്യും? പകരം നല്ല പ്രവർത്തിക്കുന്ന ജീനുകളെ കോശങ്ങളിലെത്തിച്ച് ആ രോഗത്തെ എന്ത് ചെയ്യും? ചികിത്സിക്കുന്ന രീതിയാണ് ജീൻ തെറാപ്പി. ഒരു ജീനിൻ്റെ തകരാറ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ജീനിനെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് ഒരു തകരാറുള്ള ജീനാണ് നീക്കം ചെയ്തിട്ട് അതിന് പകരം നല്ല പ്രവർത്തിക്കുന്ന ജീൻ ഇട്ടാൽ അവിടെ എന്ത് സംഭവിക്കും? ആ രോഗത്തെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ആ രീതിയാണ് ജീൻ തെറാപ്പി. പിന്നെ ഇത് പറഞ്ഞു. പിന്നെയുള്ളത് പാരമ്പര്യ രോഗമായിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ. നമുക്കറിയാം പാരമ്പര്യ രോഗമായിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ ഇതിൻ്റെ മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പം നമ്മുടെ ലിംഫുകളിൽ വെള്ളം പോലെയുള്ള ദ്രാവകങ്ങളൊക്കെ വഹിക്കുന്ന ലിംഫില്ലേ, ആ ലിംഫിൽ രക്തകോശങ്ങൾ എന്ത് ചെയ്യും? സിക്കിൾ പോലെ വാളാകൃതിയിൽ എന്ത് ചെയ്യും? അടിഞ്ഞുകൂടുമ്പോൾ അവിടെ നമ്മളെ രക്തപ്രവാഹം, നമ്മുടെ ഈ ഒരു ലിംഫിൻ്റെ അതിനുണ്ടാവുന്ന ദ്രവങ്ങളുടെയൊക്കെ മൂവ്മെൻറ്റിനെയൊക്കെ എന്ത് ചെയ്യും? തടയും. രക്തപ്രവാഹത്തെ തടയുന്ന ഒരു ഇതാണ് സിക്കിൾ സെൽ അനീമിയ. അതൊരു പാരമ്പര്യ രോഗമാണ്. ആ സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായിട്ടും മാറ്റുന്നതിനുള്ള ജീൻ തെറാപ്പി ചികിത്സക്ക് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ ഒരു സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീൻ തെറാപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം നൽകി, ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ടു. സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായി മാറ്റുന്നതിനുള്ള ജീൻ തെറാപ്പി ചികിത്സ ഉണ്ട്. അങ്ങനെ മാറ്റാൻ പറ്റും ജീൻ തെറാപ്പി ചികിത്സയിലൂടെ. ഇനി നമുക്ക് ആ സിക്കിൾ സെൽ അനീമിയ മാറ്റുന്നതിനുള്ള ആ ഒരു ജീൻ തെറാപ്പി ചികിത്സയാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നമുക്ക് എന്താ നോക്കാം. രോഗിയുടെ വിത്തുകോശങ്ങളിൽ ജനിതക മാറ്റം വരുത്തി തിരികെ കോശത്തിലേക്ക് നിക്ഷേപിക്കും. രോഗിയുടെ വിത്തുകോശങ്ങളിൽ എന്ത് ചെയ്യും? ജനിതക മാറ്റം വരുത്തും. എന്നിട്ട് തിരികെ കോശത്തിലേക്ക് തന്നെ നിക്ഷേപിക്കും. അതായത് നമ്മൾ പറഞ്ഞല്ലോ തകരാറുള്ള ജീനിനെ. അപ്പോൾ ഈ രോഗിയുടെ ഈ വിത്തുകോശത്തെ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുത്തിട്ട് അതിലെന്ത് ചെയ്യും? ജനിതക മാറ്റം വരുത്തും. അതിൽ തകരാറുള്ള ജീനിനെ എടുത്തു കളഞ്ഞിട്ട് പുതിയ പ്രവർത്തനക്ഷമമായ ജീനിനെ ഇതാക്കിയിട്ട് അതിനെന്ത് ചെയ്യും? തിരികെ ഈ കോശത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നതിനാൽ ഈ ചികിത്സാ രീതിയെ ജീൻ തെറാപ്പി എന്നും സ്റ്റെം സെൽ തെറാപ്പി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീൻ തെറാപ്പിയാണ്. അത് ജീൻ തെറാപ്പി എന്നും സ്റ്റെം സെൽ തെറാപ്പി എന്നും അറിയപ്പെടുന്നു. അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ വിത്തുകോശങ്ങളിൽ എന്ത് ചെയ്യും? ജനിതക മാറ്റം വരുത്തിയിട്ട് തിരികെ എന്ത് ചെയ്യും? കോശത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നതിനാൽ ഈ ചികിത്സാ രീതി എന്താ പറയുന്നത്? ജീൻ തെറാപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെം സെൽ തെറാപ്പിയുടെ ഘട്ടങ്ങൾ നോക്കാം. സ്റ്റെം സെൽ തെറാപ്പിയുടെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ എന്താണ്? ജീൻ തെറാപ്പി തന്നെ, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. സ്റ്റെം സെൽ തെറാപ്പിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ പോയിൻറ്റ്സ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ഓക്കെ, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റെം സെൽ തെറാപ്പിയിൽ രക്തകോശങ്ങളെ രൂപപ്പെടുത്തുന്ന വിത്തുകോശങ്ങൾ എന്ത് ചെയ്യും? ശേഖരിക്കും. കാരണം ഈ രക്തകോശങ്ങളാണല്ലോ വാള് പോലെ ആയിട്ട് നമ്മുടെ ആ ലിംഫിലൊക്കെ
എന്ന് പറഞ്ഞിട്ട് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുന്നത്. അങ്ങനെയാണല്ലോ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രക്തകോശങ്ങളെ രൂപപ്പെടുത്തുന്ന വിത്തുകോശങ്ങൾ എന്ത് ചെയ്യും? ശേഖരിക്കും. രക്തകോശങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു വിത്തുകോശം ഉണ്ടാവില്ലേ, അതിനെ ശേഖരിക്കും. എന്നിട്ട് ആരെയാണ് നമ്മൾ വാഹകരായിട്ട് ഉപയോഗിക്കുക? വൈറസിനെ വാഹകരായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജീൻ എഡിറ്റിംഗ് അങ്ങനത്തെ സാധനത്തിലൊക്കെ നമ്മൾ വാഹകരായിട്ട് വൈറസിനെയും ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെയൊക്കെ ഉപയോഗിക്കും. ഈ സ്റ്റെം സെൽ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വൈറസിനെയാണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചിട്ട് പ്രവർത്തനക്ഷമമായ ജീനിനെ എവിടത്തേക്ക് നമ്മൾ ഇടും? രക്തകോശങ്ങൾ രൂപപ്പെടുന്ന വിത്തുകോശങ്ങൾ നമ്മൾ മനുഷ്യ ശരീരത്തിൽ ശേഖരിക്കുന്നുണ്ടല്ലോ, ആ വിത്തുകോശങ്ങളിലേക്ക് എന്ത് ചെയ്യും? പ്രവേശിപ്പിക്കും. ഓക്കെ, വൈറസിനെ വാഹകരായിട്ട് ഉപയോഗിച്ചിട്ട് പ്രവർത്തനക്ഷമമായ ജീനിനെ വിത്തുകോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും. ഈ ജീൻ പ്രവേശിപ്പിച്ച വിത്തുകോശങ്ങളില്ലേ, നമ്മൾ പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനിനെ പ്രവേശിപ്പിച്ച ആ വിത്തുകോശങ്ങളില്ലേ, ആ വിത്തുകോശങ്ങളെ രോഗിയിലേക്ക് തന്നെ കടത്തിവിടും. ഓക്കെ, രോഗിയിലേക്ക് തന്നെ കടത്തിവിടും. അപ്പോൾ ആ രോഗം എന്ത് ചെയ്യുന്നു? അവിടെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രശ്നം കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ആ രോഗം ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടായ ഫ്ലോ ചാർട്ടാണ്, ഇതൊന്നും കൂടി പറഞ്ഞുതരാം. മനുഷ്യ ശരീരം, ഇതാണ് മനുഷ്യൻ. മനുഷ്യനിൽ നിന്ന് രക്തകോശങ്ങളെ രൂപപ്പെടുന്ന വിത്തുകോശങ്ങൾ നമ്മൾ ശേഖരിക്കുന്നു. എന്നിട്ട് വൈറസിനെ വാഹകരായിട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തനക്ഷമമായ ജീനിനെ ഈ വിത്തുകോശങ്ങളിലേക്ക് ഇട്ടുകൊടുക്കും. എന്ത് ചെയ്യും? സന്നിവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കും. എന്നിട്ട് ഈ ജീൻ സന്നിവേശിപ്പിച്ച ഈ വിത്തുകോശങ്ങളില്ലേ, ഈ ജീന് വൈറസ് വാഹകരായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ജീനിനെ പ്രവർത്തനക്ഷമമായ ജീനിനെ വിത്തുകോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുമല്ലോ. ഈ ജീൻ പ്രവേശിപ്പിച്ചിട്ടുള്ള ഈ വിത്തുകോശത്തെ നമ്മൾ എന്ത് ചെയ്യും? രോഗിയിലേക്ക് കടത്തിവിടും, സിറിഞ്ച് വഴി കടത്തിവിടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് നമ്മുടെ ജീൻ തെറാപ്പി എന്താണെന്നും സ്റ്റെം സെൽ തെറാപ്പി എന്താണെന്നും. ഈ സ്റ്റെം സെൽ തെറാപ്പി നമ്മൾ സിക്കിൾ സെൽ അനീമിയൊക്കെ അങ്ങനത്തെ രോഗങ്ങളൊക്കെ എന്ത് ചെയ്യണം? ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്? ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടാവും. ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. അതായത് നമ്മുടെ DNA ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടല്ലോ, ആ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം, അതിൻ്റെ ക്രമീകരണം, ആ ഒരു ഓർഡർ വിശകലനം ചെയ്തിട്ട് വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. അപ്പോൾ ഈ നമുക്കറിയാം നമ്മുടെ വിരലടയാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ വ്യത്യസ്തമാണല്ലോ. നമുക്കറിയില്ലേ വിരലടയാളം എൻ്റെ വിരലടയാളം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിരലടയാളം. നമ്മുടെ എല്ലാവരെയും ആ ഒരു ഫിംഗർ പ്രിൻറ്റിംഗ് എന്താണ്? വ്യത്യാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യാസമായിരിക്കും. അല്ല ഇതിപ്പോൾ എല്ലാവരും എൻ്റെതും നിങ്ങളതൊക്കെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം ഒന്നാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ വ്യക്തി ഏതാണ്? കാരണം എല്ലാവരും ഒന്നാണ്, പക്ഷേ നമ്മളിത് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വിശകലനം ചെയ്തിട്ട് വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു സവിശേഷതയാണ് വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഏത് സവിശേഷത? എൻ്റെയും നിങ്ങളുടെയൊക്കെ എന്താണ്? ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യാസമായിരിക്കും. ആ ഒരു സവിശേഷത വെച്ചിട്ടാണ് ഈ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലൂടെ വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നത്. മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരങ്ങളും തമ്മിൽ DNA പാറ്റേണുകൾക്ക് കൂടുതൽ സാദൃശ്യം കാണപ്പെടുന്നു. ഇപ്പം മാതാപിതാക്കൾ, നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ സന്താനങ്ങൾ, സഹോദരങ്ങൾ, അവർ തമ്മിലുള്ള DNA പാറ്റേണുകൾക്ക് കൂടുതൽ സാദൃശ്യം കാണും. എന്നാലും ഒരുപോലെ ആയിരിക്കില്ല, ഫുള്ളി ഒരുപോലെ ആയിരിക്കില്ല. കുറച്ച് എന്തുണ്ടാകും? സാദൃശ്യം ഉണ്ടാവും, കുറച്ച് സാമ്യം ഉണ്ടാവും. പിന്നെ ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചത് സർ അലക് ജെഫ്രിയാണ്. ആരാണ്? സർ അലക് ജെഫ്രി. ഈ പേര് ഓർത്ത് വെക്കുക. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചത് സർ അലക് ജെഫ്രിയാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഈ കാര്യം ഒന്നും കൂടി പറഞ്ഞു തരാം. DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്തിട്ട് വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, വിരലടയാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യാസമായിരിക്കും. ഈ സവിശേഷതയാണ് വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ തമ്മിൽ DNA പാറ്റേണുകൾക്ക് കൂടുതൽ സാദൃശ്യം കാണപ്പെടും. പിന്നെ ആരാണ്? സർ അലക് ജെഫ്രി ആണ് എന്ത് കണ്ടുപിടിച്ചത്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ക്രൈം ചെയ്തതിലുള്ള ഒരു DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ ആ ക്രൈം ചെയ്ത ആ ഒരു പരിസരത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്
ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ അവർക്ക് സംശയം ഉണ്ടായ 3 ആൾക്കാരുടെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എടുത്തപ്പോൾ ഈ രണ്ടാമത്തെ ആളതുമായിട്ടാണ് ഏത് മാച്ച് ആയിട്ടുള്ളത്, ഈ ക്രൈം നടന്നെടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള ആ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആയിട്ടുള്ള മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ക്രൈം ചെയ്തത് ഈ രണ്ടാമത്തെ ആളാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്ന ആ സമയത്ത് പിന്നെ ഫാദർ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവില്ലേ, കുട്ടികൾ മാതാപിതാക്കളിൽ പിതാവിലൊക്കെ ഒരു തർക്കം വരുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ നമ്മൾ പറയുന്നത് DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ ഉപയോഗങ്ങളാണ്. ഫസ്റ്റ്, കുറ്റവാളികളെ തിരിച്ചറിയൽ. നമ്മൾ അപ്പുറം പറഞ്ഞു, അവിടെ നിങ്ങൾ കണ്ടില്ലേ കുറ്റവാളികളെ തിരിച്ചറിഞ്ഞത്, ആ ഒരു ക്രൈം നടന്നിടത്തു നിന്ന് കിട്ടിയതും ബാക്കി 3 ആളത് ഇതും വെച്ചപ്പോൾ രണ്ടാമത്തെ ആളിലെ ഫിംഗർ പ്രിൻറ്റിങ്ങുമായിട്ട് മാച്ച് ആയപ്പോൾ നമുക്ക് അവിടെ എന്ത് നടന്നു? കുറ്റവാളികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ എന്താണ്? മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പിതാവിൻ്റെ ഇതൊരു ഡിസ്പ്യൂട്ട്സ്, അച്ഛനാരാന്നുള്ളൊരു ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലൂടെ നമുക്ക് അത് നിർണ്ണയിക്കാൻ വേണ്ടി പറ്റും. അതാണ് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സാധിക്കും. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കാണില്ലേ, കുറ്റവാളികളെയൊക്കെ കണ്ടെത്താൻ വേണ്ടി DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് വംശപരമ്പര മനസ്സിലാക്കാൻ നമുക്ക് മുമ്പ് പണ്ട് ജീവിച്ചവരുടെ ഫോസിലുകൾ, പാറേൻ്റെ മുകളിൽ നിന്നൊക്കെ അവശിഷ്ടങ്ങൾ ലഭിക്കൂലേ, അത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? വംശപരമ്പര മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിക്കാം. പിന്നെന്താ? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാൻ, നമ്മുടെ രാജ്യത്ത് നിന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെയോ അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ, അതിൻ്റെ തായിൽ തിരിച്ചറിയാനുണ്ട്. ഓക്കെ, അപ്പോൾ അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ. അപ്പം ഒരു അപകടമെല്ലാം നടന്നിട്ട് അവിടെ എന്താണ് ആൾക്കാരെ നമുക്കറിയാം, ഒരു ദുരന്തമൊക്കെ നടന്നാൽ മുഖം നോക്കിയിട്ടൊന്നും ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റൂല, അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിച്ചിട്ട് അവരെ എന്ത് ചെയ്യാം? തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇതാണ് DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ ഉപയോഗങ്ങൾ. ഇതെന്തായാലും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇവിടെ നമ്മൾ പറയുന്നത് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് ആണ്. എന്താണ്? ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. അപ്പുറം നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണ്. ഇത് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് ആണ്. ഇത് രണ്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ പഠിക്കുമ്പോൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരണമാണ് ഹ്യൂമൻ മൈക്രോബയോം. എന്താണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ? മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന സൂക്ഷ്മാണുക്കളില്ലേ, ആ സൂക്ഷ്മാണുക്കളെയും അവയുടെ ജീനുകളുടെയും, ആ സൂക്ഷ്മാണുക്കളുടെ ജീൻ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ശേഖരമാണ് ഹ്യൂമൻ മൈക്രോബയോം. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ സമൂഹമാണിത്. ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ് ഇതൊക്കെ സൂക്ഷ്മജീവികളല്ലേ, അവരുടെ സമൂഹമാണിത്. അപ്പോൾ ഇത് മറക്കരുത്, ഒന്ന് ഓർത്ത് വെക്കുക. മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ, നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പറയുന്നത് താമസിക്കുന്നതും പിന്നെ ഇടപെടുന്നതൊക്കെ ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരണമാണ് ഹ്യൂമൻ മൈക്രോബയോം. ആ ഒരു സൂക്ഷ്മാണുക്കളുടെ, ആ സൂക്ഷ്മജീവികൾ നമുക്കറിയാം, ബാക്ടീരിയ ഒരു സൂക്ഷ്മജീവിയാണ്, ആർക്കിയ ഫംഗസ് ഒരു സൂക്ഷ്മജീവിയാണ്, വൈറസ് ഒരു സൂക്ഷ്മജീവിയാണ്. ഈ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ സമൂഹമാണിത്. ഓക്കെ, അതാണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ. ഇനി പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പം അവയെക്കുറിച്ച് അറിവ് വികസിപ്പിക്കുന്നതിനായി, ഏതിനെക്കുറിച്ച്? ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ് അതുപോലത്തെ സൂക്ഷ്മജീവികളില്ലേ, അവയെക്കുറിച്ച് ആ സൂക്ഷ്മജീവികളും അതിൻ്റെ ജീനുകളെയൊക്കെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. എന്താണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്? ഈ ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളില്ലേ, അവയെയും അവയുടെ ജീനുകളെയൊക്കെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. ആ ഒരു ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് തെളിയിച്ച 2 കാര്യങ്ങളാണ് ഇതും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും എന്താണ് അവർ കണ്ടെത്തിയ ഒരു കണ്ടെത്തലാണ്. മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല, സെല്ല് മാത്രമല്ല ഉള്ളത്, പിന്നെയോ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും അവയുടെ സഹവർത്തിത്വം ജീവന്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണെന്നും HMB എന്താണ്? ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റാണ്. അപ്പോൾ എന്താണ് ഇവർ ഫസ്റ്റ് കണ്ടെത്തിയ ഒരു കാര്യം? അവർ തെളിയിച്ചൊരു കാര്യം, മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല വേറെ എന്തും കൂടിയുണ്ട്, കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും ആ സൂക്ഷ്മജീവികളുടെ സഹവർത്തിത്വം, അവരുടെ ഒരു ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജീവന്റെ സുസ്ഥിതിക്ക് അത്യാവശ്യമാണെന്നും ആര് തെളിയിച്ചു? HMB തെളിയിച്ചു. പിന്നെന്താണ്? രോഗകാരണം രോഗാണു മാത്രമല്ല, നമുക്കൊരു രോഗം വരുന്നതിൻ്റെ കാരണം രോഗാണു മാത്രമല്ലെന്നും വേറെന്താണ്? ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്നും വെളിപ്പെടുത്തി. നമുക്ക് രോഗം വരുമ്പോൾ അതിൻ്റെ കാരണം രോഗാണു മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ കുറേ സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഫംഗസ്, ആർക്കിയ, ബാക്ടീരിയ പോലത്തെ, അവയുടെയൊക്കെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും എന്തിലേക്ക് നയിക്കും? രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് ആര് വെളിപ്പെടുത്തി? HMB വെളിപ്പെടുത്തി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അപ്പം ഈ അറിവില്ലേ, ഏതറിവ്? ഈ രോഗാണു മാത്രമല്ല രോഗം പകർത്തുന്നത്, പിന്നെ ആരാ രോഗം ഉണ്ടാക്കുന്നത്? സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും രോഗത്തിലേക്ക് നയിക്കുമെന്ന് HMB തെളിയിച്ചു. ആ ഒരു അറിവില്ലേ രോഗനിർണയത്തിനും ചികിത്സാരീതിക്കുമുള്ള പുതിയ വഴികൾ തുറന്നു. HMB കൊണ്ടുവന്ന ആ ഒരു തെളിയിച്ച കാര്യങ്ങൾ, ആ ഒരു അറിവ് രോഗനിർണയത്തിനും ചികിത്സാരീതിക്കുള്ള പുതിയ വഴികൾ എന്ത് ചെയ്തിട്ടുണ്ട്? തുറന്നു. ഇപ്പോൾ രോഗാണു മാത്രമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി മാത്രം എന്ത് ചെയ്യും? ഒരു ബാരിയർ കണ്ടെത്തും. അതിന് തടയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഇത് നമ്മൾ എടുക്കുള്ളൂ, രീതികൾ മാർഗമേ നമ്മൾ സ്വീകരിക്കൂ. അപ്പോൾ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതിന് കാരണമാണെന്ന് അറിഞ്ഞപ്പോൾ ആ അറിവ് രോഗനിർണയത്തിനും പുതിയ ചികിത്സാ രീതികൾക്കുള്ള ഒരു പുതിയ വഴികൾ തുറന്നു. പിന്നെ വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ച് ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും ഈ പ്രൊജക്റ്റ് സഹായിച്ചു. വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുക, പിന്നെന്താണ്? ഓരോ വ്യക്തിയുടെയും മൈക്രോബയോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ മൈക്രോബയോം എന്താണ്? അപ്പുറത്തെ പേജിൽ ഹ്യൂമൻ മൈക്രോബയോം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരമാണ് ഹ്യൂമൻ മൈക്രോബയോം. ആ ഹ്യൂമൻ ഇപ്പം നമ്മൾ ഇപ്പുറം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ? ആ ഒരു ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും ഈ പ്രൊജക്റ്റ് സഹായിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും സൂക്ഷ്മജീവികളുടെയും ജീനിൻ്റെ ഒക്കെ ആ ശേഖരണത്തിനൊക്കെ ആ ഒരു മൈക്രോബയോമിൻ്റെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചികിത്സകളും ഒക്കെ ക്രമീകരിക്കുന്നതിന് ഈ പ്രൊജക്റ്റ് സഹായിച്ചിട്ടുണ്ട്. എന്തിനൊക്കെയാണ് സഹായിച്ചത്? അറിവ് എന്താണ്? അതിൻ്റെ ഒരു അറിവ്, അവർ തന്ന ഒരു അറിവില്ലേ, സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളൊരു അറിവൊക്കെ എന്തിന് നമുക്ക് വഴി തുറന്നു? രോഗനിർണയത്തിനും ചികിത്സാ രീതിക്കുമുള്ള പുതിയ വഴികൾ തുറന്നു. പിന്നെ വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും പിന്നെ ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ച് ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും ഈ പ്രൊജക്റ്റ് സഹായിച്ചു. ഇതാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ്. ഓക്കെ, അപ്പം ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റും മാറിപ്പോവാതെ നോക്കണം. രണ്ടും മനസ്സിലാക്കി വെച്ചാൽ മതി, അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ഒന്നല്ല, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചോ, ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാം. നമുക്കൊന്ന് നോക്കാം. ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജീവശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് AI. എന്തിനും ഇന്ന് AI ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ജീവശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും. അപ്പം രോഗനിർണയം, മരുന്ന് കണ്ടുപിടുത്തം, ജനിതക എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ജീവശാസ്ത്ര പഠന മേഖലകളിൽ AI എന്തുണ്ട്? പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് രോഗം നിർണ്ണയിക്കുന്നതിനും മരുന്ന് കണ്ടെത്തുന്നതിനും ജനിതക എഞ്ചിനീയറിങ്ങിലൊക്കെ AI പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ മനസ്സിലായി. പിന്നെ അടുത്തത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ കമ്പ്യൂട്ടർ സയൻസ്, ഗണിതശാസ്ത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് ജീവശാസ്ത്ര ദത്തങ്ങളെ വിശകലനം ചെയ്യുന്ന നൂതന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ്? നമുക്ക് നോക്കാം. ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്,
ഗണിതശാസ്ത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംയോജിപ്പിച്ചിട്ട്, കൂട്ടിയോജിപ്പിച്ചിട്ട്, ഒന്നിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ജീവശാസ്ത്ര ദത്തങ്ങളെ, ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന നൂതന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. സിമ്പിളായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. പുതിയ സാങ്കേതിക വിദ്യകളിലെ കമ്പ്യൂട്ടർ സയൻസും ഗണിതശാസ്ത്രവും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ആ തുടങ്ങിയ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരുമിച്ച് സംയോജിപ്പിച്ചിട്ട് ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു പുതിയ ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. ഓക്കെ, അടുത്തത് ഇതാ ആ ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ AI വരുന്ന ഇന്ന് AI സാങ്കേതിക വിദ്യയൊക്കെ ഇടപെടുന്ന ഒരു 6 മേഖലകൾ പോലെ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. രോഗനിർണയം, ചികിത്സ. പുതിയ മരുന്നുകൾ കണ്ടെത്താൻ രാസവസ്തുക്കളുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുന്നതിനും. എന്തിനാണ്? രോഗനിർണയം, ചികിത്സ. ആ ഒരു മേഖലയിൽ എന്തിനാണ്? പുതിയ മരുന്ന് കണ്ടെത്താൻ, പിന്നെ രാസവസ്തുക്കളില്ലേ അതിൻ്റെയൊക്കെ ഫലപ്രാപ്തി പ്രവചിക്കാൻ വേണ്ടി, പുതിയ രാസവസ്തുക്കളുടെ ഫലപ്രാപ്തി, അതിൻ്റെ ഫലങ്ങൾ പ്രവചിക്കാൻ, പിന്നെയോ ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതി, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കോസ്റ്റ് വന്നിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചികിത്സാ രീതി നിർദ്ദേശിക്കുന്നതിനും. അടുത്തത് വ്യക്തിഗത മരുന്ന്. ഓരോ വ്യക്തിയുടെയും ജനിതഘടനയും ആരോഗ്യ വിവരങ്ങളും വിശകലനം ചെയ്ത് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതികൾ ശുപാർശ ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിയുടെ ജനിതക ഘടന, ആരോഗ്യ വിവരങ്ങൾ ഇതൊക്കെ ഒരുമിച്ച് വിശകലനം ചെയ്തിട്ട് അവരുടെ ആ ജനിതക ഘടനക്കും ആ ഒരു ആരോഗ്യ വിവരത്തിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതി എന്ത് ചെയ്യുന്നു, ശുപാർശ ചെയ്യുന്നു. അടുത്തത് ജീനോം സീക്വൻസിംഗ് ആണ്. അതായത് ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ജീനോം സീക്വൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ജനിതക വൈകല്യങ്ങൾ, നമ്മൾ പറഞ്ഞല്ലോ ജീൻ എഡിറ്റിംഗ്, ജനിതക വൈകല്യങ്ങൾക്ക് ചികിത്സ നൽകുന്ന, ജീനിൽ എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ജീൻ എഡിറ്റിംഗ് ചെയ്യുമല്ലോ, ചികിത്സിക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് ആ സാങ്കേതിക വിദ്യക്ക് എന്ത് ചെയ്യുന്നു, പ്രയോജനപ്പെടുത്തുന്നു. പിന്നെ കൃഷി മെച്ചപ്പെടുത്തൽ. മണ്ണിൻ്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നു. വിളകൾക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രവചിക്കുന്നു. അടുത്തത് മലിനീകരണമാണ്. മലിനീകരണത്തിൽ വായു ജലമൊക്കെ മലിനീകരണ നിലവാരം എന്ത് ചെയ്യുന്നു, പ്രവചിക്കുകയും ലഘൂകരണ തന്ത്രങ്ങൾ, ആ ഒരു മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ബയോ ഇൻഫർമാറ്റിക്സ് എന്താണ്? വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ലഘൂകര തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ബയോ ഇൻഫർമാറ്റിക്സ് എന്താ ചെയ്യുന്നത്? വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ജനിതക വിവരങ്ങളില്ലേ, വലിയ ജനിതക വിവരങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് അതിനുള്ള ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ 6 കാര്യങ്ങളാണ്. ഇതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്ത് ഇതിലേക്ക് പോവാം. അടുത്ത ഇതിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് സാങ്കേതിക വിദ്യ സാധ്യതകൾ, അതായത് AI പോലത്തതൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണത്തിനുതകുന്ന നിരവധി ജീവശാസ്ത്ര സങ്കേതങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം വെറും ഒരു ജീനിനോ ഇപ്പോൾ ഒരു ജീൻ എഡിറ്റിംഗ് അങ്ങനത്തെ മാത്രമല്ല സാങ്കേതിക വിദ്യകൾ. നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും, പിന്നെ നമ്മുടെ ജൈവ വൈവിധ്യം, അതിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ്, നമ്മുടെ ഇവിടെയുള്ള ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ തന്നെ കാട്, മല, അങ്ങനത്തെ ഒരു മൃഗങ്ങൾ, അതൊക്കെ ഇല്ല, അതെല്ലാണല്ലോ നമ്മുടെ ജൈവ വൈവിധ്യം. അപ്പോൾ ആ ജൈവ വൈവിധ്യത്തിനൊക്കെ സംരക്ഷണത്തിനുതകുന്ന നിരവധി ജീവശാസ്ത്ര സങ്കേതങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതെന്തായാലും ഓർത്ത് വെക്കണം. ഇനി പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതേതാന്ന് നോക്കാം. അപ്പം ഇത് ഒന്നാമത്തേതാണ്. ഒന്നാമത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാങ്കേതിക വിദ്യകളിൽ ഒന്നാമതാണ് വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ. അതെന്താണ്? ആ വന്യമൃഗ ട്രാക്കിംഗ് സെൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും വന്യമൃഗം, ആ കാട്ടിലുള്ള ആ ഒരു വനത്തിലൊക്കെ ജീവിക്കുന്ന മൃഗങ്ങളെ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സെൻസർ എന്ന് പറയുമ്പം എല്ലാം സെൻസ് ചെയ്തെടുക്കുന്ന ആ ഒരു നിരീക്ഷണമൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സെൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് നോക്കാം. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിക്കും. എന്താണ് നിരീക്ഷിക്കുക? കാട്ടിലുള്ള വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിച്ചിട്ട് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്നു. അതായത് കാട്ടിലുള്ള മൃഗങ്ങളുടെയൊക്കെ ചലനവും പെരുമാറ്റവും സ്ഥാനം എന്നിവ നിരീക്ഷിച്ചിട്ട്
ആസൂത്രണം ചെയ്യാൻ, അവരെ സംരക്ഷിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയൊക്കെ എന്ത് സഹായിക്കുന്നു? വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ രണ്ടാമത്തത് ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ. അങ്ങനെ പറഞ്ഞാൽ ഉപഗ്രഹ റിമോട്ട് സെൻസിങ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യ. നമ്മുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? ഉപഗ്രഹ റിമോട്ട്, സെൻസിങ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ, അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ജൈവ വൈവിധ്യത്തെക്കുറിച്ച്, നമ്മുടെ വൈവിധ്യങ്ങളെക്കുറിച്ച്, ജൈവപരമായിട്ടുള്ള വൈവിധ്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ് ക്രയോ പ്രിസർവേഷൻ. എന്താണ് ക്രയോ പ്രിസർവേഷൻ? ഇതിൽ വളരെ താഴ്ന്ന താപനിലയിൽ, അതായത് -196°C, വളരെ താഴ്ന്ന താപനിലയാണ്, മൈനസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ്. ആ ഒരു വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങൾ, കല, അവയവങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ക്രയോ പ്രിസർവേഷൻ. ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ക്രയോ പ്രിസർവേഷൻ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഇത് കൃത്യമായിട്ട് എഴുതണം. വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ്. വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സംരംഭത്തിനായിട്ട് ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്? വൈദ്യശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സംരംഭത്തിനായിട്ട് ഈ ക്രയോ പ്രിസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ക്രയോ പ്രിസർവേഷൻ എന്താണെന്ന് മറക്കണ്ട. വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന പ്രക്രിയയാണ്. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ നാലാമത്തതാണ് ബയോ റെമീഡിയേഷൻ. എന്താണ് ബയോ റെമീഡിയേഷൻ? മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. എന്താണ് ബയോ റെമീഡിയേഷൻ? വൃത്തിക്ക് ഓർത്ത് വെക്കണം. ബയോ റെമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണില്ലേ, നമ്മുടെ മണ്ണിൽ നിന്ന്, ജലം, നമ്മുടെ വെള്ളത്തിൽ നിന്ന്, വായുവിൽ നിന്നൊക്കെ, എയറിൽ നിന്നൊക്കെ എന്താണ് അങ്ങനത്തെ തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, മണ്ണിലുള്ള മാലിന്യം, ജലത്തിലുള്ള, വായുവിലൊക്കെ, മലിനമായ വായുവിലൊക്കെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. ഈ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഇവരെന്താണ് ചെയ്യുന്നത്? മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഇതാണ് 4 പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന സാങ്കേതിക വിദ്യകൾ. ഏതൊക്കെയാണ്? വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകളുണ്ട്, പിന്നെയോ ആഗോള ജൈവ വൈവിധ്യ ഡാറ്റയുണ്ട്, ക്രയോ പ്രിസർവേഷൻ ഉണ്ട്. ക്രയോ പ്രിസർവേഷൻ എന്തായാലും ഓർത്ത് വെക്കുക. വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ്. അടുത്തത് ബയോ റെമീഡിയേഷൻ ആണ്. മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടായതാണ് ഒരു ഉപവിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ അല്ല, എന്നാലും ടെക്സ്റ്റിൽ കൊടുത്തോണ്ട് അതിൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വേഗം പറഞ്ഞ് അത് വിടാം. അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെ പോലും വീർപ്പൊട്ടിക്കുന്നുണ്ട്. അതായത് ആദ്യം പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച സമയത്ത് പ്ലാസ്റ്റിക് വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇന്ന് നമ്മുടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മളെ അലക്ഷ്യമായിട്ട് നമ്മൾ മീൻ വാങ്ങിയിട്ടും അത് വാങ്ങിയിട്ടും നമ്മൾ ഫുഡ് കഴിച്ചിട്ടും നമ്മൾ ലേസൊക്കെ തിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കുകളെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയും. ആ പ്ലാസ്റ്റിക്കുകൾ മലിനകരമാണ്. നമ്മുടെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെ പോലും വീർപ്പ് മുട്ടിക്കുന്നുണ്ട് നമ്മൾ ഈ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മലിനീകരണത്തോടൊപ്പം ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നാം ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മളിന്ന് വെറും പ്ലാസ്റ്റിക് മലിനീകരണം മാത്രമല്ല, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട്. നമുക്കറിയാം, ആദ്യമൊക്കെ
എന്താണ് വേനൽക്കാലം അങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പെട്ടെന്നൊരു വെയിലാണെങ്കിൽ പിന്നെ പെട്ടെന്ന് മഴയാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ജൈവ വൈവിധ്യ ശോഷണം, ജൈവപരമായിട്ടുള്ള വൈവിധ്യങ്ങളൊക്കെ ശോഷിച്ചു പോകുന്നുണ്ട് തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നാം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രം ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചാണ്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പസഫിക് സമുദ്രമില്ല, അതിൻ്റെ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്കുകൾ കുന്നുകൂട്ടിയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്. ഇത് പ്ലാസ്റ്റിക്കുകളാണ്, മലിനീകരണമായതാണ്. അതാ പറഞ്ഞത്, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെ പോലും നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ബാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടായതാണ്, ഇതൊന്നും ഓർത്ത് വെക്കുക. ജൂൺ 5 ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനം എന്താണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനവും ലക്ഷ്യമിടുന്നത് എന്തിലാണ്? പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും അറിവും സൃഷ്ടിക്കലാണ്. ജൂൺ 5 നമ്മൾ എന്താ ആചരിക്കുന്നുണ്ട്? ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 നമ്മൾ ലോക സമുദ്ര ദിനം ആചരിക്കുന്നുണ്ട്. ഇതൊക്കെ ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധവും അറിവും സൃഷ്ടിക്കലാണ്. നമ്മളിൽ പരിസ്ഥിതി ആ ഒരു സമയത്തെങ്കിലും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അവബോധവും അറിവൊക്കെ സൃഷ്ടിക്കൽ. ആ ഒരു ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നൊക്കെ നമ്മൾ പരിസ്ഥിതിയെ നന്നായി പരിസ്ഥിതിയെ നമ്മൾ നന്നായിട്ട് നോക്കണം. നമ്മൾക്ക് ഇനി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനൊക്കെ വേണ്ടതാണ് ഈ പരിസ്ഥിതി. അത് നമ്മൾ മലിനമാക്കിയാൽ ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷന് ഇവിടെ ജീവിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും അറിവും സൃഷ്ടിക്കലാണ് ഈ ജൂൺ 5 ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനവും ജൂൺ 8 ആചരിക്കുന്ന ലോക സമുദ്ര ദിനവും ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ബാക്കി ചാപ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ ഫോളോ ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് വീഡിയോ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ ആ ഒരു കൺഫ്യൂഷനും ടെൻഷൻസും ഒന്നും വേണ്ട. ഇനിയുള്ള 5 ചാപ്റ്റേഴ്സ്, ഇനി നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സും കൂടിയാണ് ഉള്ളത്. അതും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതുപോലെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇനി ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും